ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തേതൊരു ട്രാവൽ ബ്ലോഗാണ്. കർണാടകയിലെ യാനഗുന്തി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനായിട്ട് പോകുന്നത്. ഈ ക്ഷേത്രത്തിൽ 10,000 ശിവലിംഗമുള്ള ഒരു ക്ഷേത്രമാണിത്. അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിലെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് യാനഗുന്തി എന്നാണ്. നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഈ അമ്പലമൊക്കെ. ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് കുറച്ച് ദൂരമുള്ളൂ ഇങ്ങോട്ട്. ഇത് ഭസ്മത്തിൻ്റെ വലിയൊരു കട്ടയാണ്. ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ വളരെ വ്യത്യസ്തമാണ്. ഓരോ സംസ്ഥാനങ്ങളിലെ അമ്പലങ്ങൾക്കും അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ പ്രായമായിട്ടുള്ള കുറേ അമ്മമാരൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും ശിവൻ്റെയും അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെയാണ് ക്ഷേത്രമുള്ളത്. ഉപപ്രതിഷ്ഠയായിട്ട് നാഗങ്ങളുണ്ട്, അതുപോലെ ദേവിയുണ്ട്. അങ്ങനെ ഒരുപാട് ഉപപ്രതിഷ്ഠകളും ഈ ക്ഷേത്രത്തിലുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ തിരുപ്പതി ലഡു പോലത്തെ ഒരു ലഡു കിട്ടും. 20 രൂപയാണ് ആ ഒരു ലഡുവിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ ചെല്ലുന്നിടത്തെല്ലാം മണിയുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ മണി അടിക്കാറുണ്ട്. പിന്നെ ഇത് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ്. ശരിക്കും നമ്മുടെ തിരുപ്പതി ഭഗവാന്റെ ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ. തിരുപ്പതി പോയ ഒരു പ്രതീതിയായിരുന്നു അവിടെ ചെന്നപ്പോൾ. ഈ ഒരു ക്ഷേത്രത്തിൽ 10,000 ശിവലിംഗങ്ങളുണ്ട്. ഇതിൻ്റെ അകത്താണ് ആ ശിവലിംഗമൊക്കെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങളത് കാണാനായിട്ട് ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഇതാണ് ശിവലിംഗങ്ങൾ. 3 നിലയായിട്ട് അവരിങ്ങനെ ശിവലിംഗം ഉണ്ടാക്കി വെച്ചേക്കുവാണ്. 2 ഭാഗത്തും, ഒരു ഭാഗത്ത് മാത്രമല്ല 2 ഭാഗത്തും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുവാണ്. അത് ഒരുപാട് ദൂരമാണ്. ഒരുപാട് ദൂരം ഇങ്ങനെ 2 സ്ഥലങ്ങളിലും ഇതുപോലെ ശിവലിംഗം ഉണ്ടാക്കി വെച്ചേക്കുവാണ്. കണ്ടാലും മതിയാവത്തില്ല, അത്രയും മനോഹരമായിട്ടുള്ള ശിവലിംഗമാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കുറച്ചും കൂടി ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ചില ശിവലിംഗത്തിനൊക്കെ ചന്ദനം ചാർത്തിയിട്ടുണ്ട്. ചന്ദനവും കുങ്കുമവും 2 ഭാഗത്തുമായിട്ട് ഇങ്ങനെ നിറയെ ശിവലിംഗമാണ് അവിടെ വെച്ചിരിക്കുന്നത്. 10,000 ശിവലിംഗങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇനിയും ശിവലിംഗങ്ങൾ പണിയുന്നുണ്ട് അവിടെ. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ കണ്ടു, കുറേ നേരം വീഡിയോ എടുത്തു, കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ കുറച്ചങ്ങ് ഉള്ളിലേക്ക് ചെന്നപ്പം നിലത്തായിട്ടൊരു ശിവലിംഗം, വലിയൊരു ശിവലിംഗം വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ.